മുളപ്പിച്ച കശുവണ്ടിയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരായിട്ടുള്ള സാധാരണ കർഷകർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് കേടായി പോകും. നമ്മുടെ ഇവിടെ ഒരു 5 ഡിഗ്രിയിലൊക്കെയുള്ള സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടും ഒരുപാട് ചിലവുള്ളതായതുകൊണ്ടും മുളപ്പിച്ച കശുവണ്ടി അന്നൊന്നും ഉണ്ടാക്കുന്നത് വിറ്റുപോയില്ലെങ്കിൽ അതിനെ മറ്റ് തരത്തിലേക്ക് വാല്യൂ അഡീഷൻ മൂല്യവർദ്ധിതം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വഴി. ഇത്തരത്തിൽ വിവിധങ്ങളായ മൂല്യവർദ്ധിത വസ്തുക്കൾ മുളപ്പിച്ച കശുവണ്ടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണമാണ് ഇത് ഉപ്പിലിട്ടതാണ്. സാധാരണ നമ്മളൊക്കെ നെല്ലിക്ക് മാങ്ങി ഉപ്പിലിടുന്നത് പോലെ ഉപ്പിലിട്ടതാണ്. ഈ ഉപ്പിലിട്ട കശുവണ്ടി ഗോവയിൽ ഒക്കെ നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആമസോണിലുണ്ട്. അപ്പം ഇത് ഉപ്പിലിട്ടതാണ്, ഇത് ഫ്രഷാണ്. കശുവണ്ടി ഇങ്ങനെ പച്ച ലൈവായിട്ട് കാണുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് റെഡ് ചില്ലിയിൽ ഉണ്ടാക്കിയ പിക്കിളാണ്. ഒരു റെഡ് ചില്ലിയിൽ ഉണ്ടാക്കിയ ഒരു പിക്കിളിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്രയും വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു റിയൽ മീറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. ഈ പുതിയ ലോകക്രമത്തിൽ വെജിറ്റേറിയനിസം കൂടി വരുന്നുണ്ട്. മാത്രമല്ല വീഗൻ കൾച്ചർ വളരെ കൂടി വരുന്നുണ്ട്. ഈ വീഗൻ കൾച്ചറിൽ കൂടി വരുമ്പോൾ നമ്മൾ മീറ്റ് റീപ്ലേസ്മെൻറ്റ്, സോയാബീനൊക്കെ മീറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമെങ്കിലും ഒരു ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അതായത് എന്തൊക്കെയാണോ നമുക്ക് ഒരു മാംസത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ആ അമിനോ ആസിഡ്സ് എല്ലാം വെജിറ്റബിളിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ 7-8 പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കണം. ഓൾ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒരു സിംഗിൾ വെജിറ്റബിളിൽ സാധാരണയില്ല. ആദ്യമായിട്ടാണ് 13 ഓൾ അമിനോ ആസിഡ്സുകളും എസെൻഷ്യൽ അമിനോ ആസിഡ്സുകളും ഒരു വെജിറ്റബിളിൽ തന്നെ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ R&Dയിലാണ്. അതിനെനിക്ക് ധാരാളം അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 2022-23 നാഷണൽ ബെസ്റ്റ് കാഷ്യൂ എൻ്റർപ്രണർ അവാർഡും എനിക്കായിരുന്നു. അതുകൊണ്ട് ഈ മുളപ്പിച്ച കശുവണ്ടി യഥാർത്ഥത്തിൽ മീറ്റ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് അതിന് രുചി ഏകദേശം എല്ലാവർക്കും അറിയാം. ഇത് മുളപ്പിച്ച കശുവണ്ടിയൊക്കെ കണ്ണൂരും കൊല്ലത്തും ഒക്കെയുള്ള ആൾക്കാരൊക്കെ തീയലുണ്ടാക്കിയിട്ടും വറുത്തരച്ച കറികൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഒരു നോൺ വെജിറ്റേറിയൻ ടൈപ്പ് പ്രിപ്പറേഷൻ ചെയ്യും. അപ്പം ഇറച്ചിയുടെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ രുചി എന്നുള്ളത് മാത്രമല്ല, ഇത് സാങ്കേതികമായിട്ടും റെഡ് മീറ്റിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ അത്തരത്തിൽ ഒരു സാധ്യതയുള്ള സാധനത്തിനെ കൊണ്ട് ചുവന്ന മുളകിൻ്റെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ അച്ചാറിനെ ഒരു ഹെൽത്തി ഭക്ഷണമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ ചുവന്ന മുളക് ഒഴിവാക്കി ഞാനത് കാന്താരി മുളകിൽ അച്ചാറുണ്ടാക്കി. അപ്പം നമുക്കൊരു ഏറ്റവും കേരളത്തിലെ കർഷകരുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രതിസന്ധി വരുമ്പം പിന്മാറുന്നതിന് പകരം പ്രതിസന്ധികളെ അവസരങ്ങളാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ചുവന്ന മുളകിലാണ് പ്രശ്നമെങ്കിൽ അപ്പോൾ അത് നിർത്തുന്നതിന് പകരം ചുവന്ന മുളകിന് മാറ്റി കാന്താരി മുളകാക്കിയപ്പോൾ ആമസോണിൽ ഈ സാധനം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോഴെൻ്റെ പുതിയ യൂണിറ്റ് എല്ലാം മെക്കനൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാനും ഒരു 2 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യും. അതുപോലെ അതിൻ്റെ തളിരിൽ നിന്നുമുള്ള ഒരു മൈക്രോ ഗ്രീൻ പിക്കിൾ, അങ്ങനെ അത്തരം ഒരു പിക്കിളുകൾ ആദ്യമായിട്ടുണ്ടാക്കിയത് മൈക്രോ ഗ്രീനിൻ്റെ തളിരുകൾ ഭക്ഷിക്കുന്നൊരു സംവിധാനം ലോകത്തിൽ കൂടിക്കൂടി വരികയാണ്. അത്തരത്തിൽ മുളപ്പിച്ച കശുവണ്ടിയുടെ തളിരിൽ നിന്നുള്ള പിക്കിളുണ്ട്. അത് ഡീഹൈഡ്രേറ്റ് ഉണക്കി പൊടിച്ചിട്ട് അതിനെക്കൊണ്ട് സൂപ്പ് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പുതിയ യൂണിറ്റിനകത്ത് ഇതിനകത്ത് റിട്ടോട്ടിംഗ് എന്ന് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 1 വർഷം കഴിഞ്ഞാലും കഴിക്കാനാവുന്ന പ്രിസർവേറ്റീവ്സുകൾ ഇല്ലാത്ത റെഡി ടു കൺസ്യൂം ആയിട്ടുള്ള പലതരം കറികൾ വെജിലും നോൺ വെജിലും മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഈ മുളപ്പിച്ച കശുവണ്ടി പോലെ തന്നെ വളരെയധികം ഒരു സാധ്യതയുള്ള മറ്റൊരു സാധനമാണ് പിഞ്ചണ്ടി. ഇംഗ്ലീഷിലാണെങ്കിൽ ടെൻഡർ കാഷ്യൂ എന്ന് പറയും. ഈ പിഞ്ചണ്ടിയും വളരെ രുചികരമാണ്. നമ്മുടെ എന്തോന്നറിയില്ല, നമ്മൾ 6 മാസം കാത്തിരുന്ന് തേങ്ങയാവാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കശുവണ്ടി പിഞ്ചണ്ടീൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കർഷകർക്ക് ഇനിയും ഒരു മാനസികമായിട്ട് തയ്യാറായിട്ടില്ല. കശുവണ്ടി 2 മാസം കാത്ത് ഉണങ്ങി വീണ് പെറുക്കിക്കൊണ്ടുവരുന്നതിനേക്കാൾ ലാഭകരമായിട്ട് പിഞ്ചണ്ടിയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് കർഷകർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാം. ഈ തരത്തിലുള്ള പ്രായം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പിഞ്ചണ്ടിയെ പറിക്കാം. പിഞ്ചണ്ടിയെ പറിച്ചതിന് ശേഷം ഇതൊരു എൻ്റെ സുഹൃത്ത് ഉണ്ടാക്കിയിട്ടുള്ള മെഷീനാണ്. ആ മെഷീനിൽ പിഞ്ചണ്ടി നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പിഞ്ചണ്ടി കിട്ടും. ഈ മെഷീൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഇത്തരത്തിൽ പിഞ്ചണ്ടി പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻ ലോകത്തിൽ വേറെ എവിടെയും ഉള്ളതായിട്ട് അറിയത്തില്ല. ഇതൊരു സുഹൃത്ത് ഉണ്ടാക്കിയതാണ്, മഹാരാഷ്ട്രയിലുള്ളൊരു സുഹൃത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ടില്ല. നമുക്ക് കൈ എണ്ണ പറ്റാതെ തന്നെ ഈ മെഷീനിൽ നിന്ന് നമുക്ക് പിഞ്ചണ്ടിയെ പ്രോസസ്സ് ചെയ്തെടുക്കാം. ഈ പിഞ്ചണ്ടിയെ
അതിശീതീകരണം ഫ്രോസൺ ചെയ്ത് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനാകും. അതുകൊണ്ട് സീസണൽ ക്രോപ്പായിട്ടുള്ള കാഷ്യോ ഈ പിഞ്ചണ്ടി നമുക്ക് 365 ദിവസവും അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നേരത്തെ തന്നെ ഹാർവസ്റ്റ് കിട്ടുന്നതിനെ കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അണ്ടിയും മോശമായി പോകുന്നതും അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഹാർവസ്റ്റ് ലോസുകളും മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിലക്കുറവിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പിഞ്ചണ്ടി പ്രോസസ്സിങ് കഴിയും. പിഞ്ചണ്ടി ഇതുവരെ ആൾക്കാർ പ്രോസസ്സ് ചെയ്യാത്തതിന് കാരണം അതിനകത്ത് ഒരു ചെറിയ ഒരു കർഷകർക്ക് താങ്ങാനാവുന്ന നിലയിലുള്ള കട്ടിംഗ് മെഷീനൊന്നും അവൈലബിൾ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് ഒരു മണിക്കൂറിൽ നമുക്ക് 10 കിലോ വരെ ചെയ്യാൻ പറ്റും, ഈ മെഷീനിൽ പറ്റും. അപ്പം പിഞ്ചണ്ടി പ്രത്യേകിച്ച് കാനറ മേഖലയിൽ വിശിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. വളരെ ടേസ്റ്റ് ഉള്ളതും വളരെ വെറൈറ്റി ആയിട്ടുള്ള വിഭവമാണ്. അപ്പം ഇതിൻ്റെയും വിഭവങ്ങൾ ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.